മറ്റൊരു ചോദ്യം ഇതാണ്. നാം നമ്മെ ആസ്വദിക്കുക, നാം പ്രപഞ്ചത്തെ ആസ്വദിക്കുക, നാം ഈശ്വരനെ ആസ്വദിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഗുണം, അതുകൊണ്ടുള്ള നേട്ടം എന്താ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്കതൊരു അതിശയോക്തിയായിട്ട് തോന്നി. കാരണം എന്താണെന്നറിയോ, പലരും നേട്ടങ്ങളുടെ മാത്രം പുറകെയാണ്, അച്ചീവ്മെൻറ്റ്സിൻ്റെ മാത്രം പുറകെയാണ്, അല്ലെങ്കിൽ എനിക്കെന്താ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്, ഇതിൻ്റെ പുറകെയാണ് ഇന്ന് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളടുത്ത് തിരിച്ചൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് നല്ല മധുരമുള്ളൊരു മാമ്പഴം കിട്ടി. ആ മാമ്പഴം നിങ്ങളിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റാണോ നിങ്ങൾ നോക്കുന്നത്, ആ ആസ്വാദനമാണോ നിങ്ങൾ നോക്കുന്നത്? ഓഫ് കോഴ്സ് ഈ മാമ്പഴം കഴിക്കുന്നത് കൊണ്ട് ഒത്തിരിയേറെ ബെനിഫിറ്റ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഒരു വ്യക്തി ഈ മാമ്പഴം കഴിക്കുന്നത് അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ആ ആസ്വാദനമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ബെനിഫിറ്റാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യലായിട്ട് ആൾക്കാർ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കഴിക്കേണ്ടത് പാവയ്ക്ക പോലെ കയ്പുള്ള ചവർപ്പുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ കഴിക്കേണ്ടി വരിക. കാരണം അതിനകത്താണ് കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ബെനിഫിറ്റ് നോക്കിയിട്ടല്ല നമ്മൾ കൂടുതൽ കാര്യങ്ങളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ ഇതുപോലെ എനിക്ക് എന്നെ ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ജീവിതം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പം എനിക്ക് എന്നെ ആസ്വദിക്കുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അതിനൊരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു സാറ്റിസ്ഫൈ ആകുന്ന രീതിയിലുള്ളൊരു ഉത്തരം കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് നമ്മൾ പലരും യാത്രകൾ പോകാറുള്ളവരാണ്. കടൽ തീരങ്ങളിലും മൗണ്ടൻ ഏരിയാസിനകത്തും അതുപോലെ സൈറ്റ് സീയിങ്ങിനൊക്കെ ഒത്തിരി പേര് യാത്രകൾ ചെയ്യാറുള്ളതാണ്, എസ്പെഷ്യലി വനങ്ങളിലൊക്കെ. സോ അവിടെ ചെന്ന് അതിനെ ഒന്ന് ആസ്വദിക്കുക, ഈ നയനമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ എനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോന്നാണ് ആ ആസ്വാദനം വരുന്നത്. ചിലർക്ക് ആ കാനന ഭംഗിയൊക്കെ കാണുമ്പോൾ, അവിടെയുള്ള കിളികളുടെ ശബ്ദം കേൾക്കുമ്പോൾ, മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആസ്വാദനം ഡിഫറൻ്റാണ്. മറ്റു ചിലർക്ക് മറ്റ് പലതുമായിരിക്കാം. സോ ഇതുപോലെ സ്പിരിച്വൽ മെഡിറ്റേഷനകത്ത് എന്നെ ആസ്വദിക്കുക, പ്രപഞ്ചത്തെ ആസ്വദിക്കുക, ഈശ്വരനെ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ട്, അല്ലെങ്കിൽ അതിന് ആ ക്വസ്റ്റ്യന് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അതിൻ്റെ ബെനിഫിറ്റുകൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ അക്കമിട്ട് നിരത്തി പറയാൻ പറ്റും. പക്ഷെ അതല്ലല്ലോ അതിൻ്റെ ശരിയായ രീതി. ആസ്വാദനത്തിലൂടെ ബെനിഫിറ്റിലേക്ക് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ആസ്വാദനത്തിലേക്ക് വരൂ, അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ബെനിഫിറ്റിലേക്ക് സഞ്ചരിക്കാം.